മോണ്ടിസോറി ടീച്ചർ. ഇന്ന് നമ്മൾ സുലഭമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണല്ലേ മോണ്ടിസോറി മോണ്ടിസോറി മോണ്ടിസോറി. എന്താണ് മോണ്ടിസോറി? നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയുമായി എന്താണ് മോണ്ടിസോറി നല്ല വ്യത്യാസം? ഈ മോണ്ടിസോറി എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നാവുന്ന ചില സംശയങ്ങളാണ് ഇത്. അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇറ്റലിയിലെ ലേഡി ഡോക്ടറായ മരിയ മോണ്ടിസോറിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ രീതിക്ക് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു വന്ന രീതി ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയിൽ ഒരു അധ്യാപകൻ എന്ത് ക്ലാസ് എടുക്കണം എന്ന് അധ്യാപകൻ തീരുമാനിക്കുന്നു, അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു, പുസ്തകങ്ങൾ, ബ്ലാക്ക് ബോർഡ് എന്നിവയെല്ലാം നമ്മൾ ആ ഒരു വിദ്യാഭ്യാസ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മോണ്ടിസോറിയിൽ ഇവിടെ കുട്ടിയാണ് തീരുമാനിക്കുന്നത് ഇനി എന്ത് കുട്ടി പഠിക്കണം എന്നുള്ളത്. കുട്ടിയുടെ ഇഷ്ടത്തിന്, കുട്ടിയുടെ ഫ്രീഡത്തിനനുസരിച്ച് കളിയിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ് മോണ്ടിസോറി രീതി. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറി കുറച്ച് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് അപ്പാരറ്റസ് എന്നാണ് നമ്മൾ ഈ മെറ്റീരിയൽസിനെ പറയുന്ന പേര്. അതിൽ ഒരു മെറ്റീരിയൽ ആണ് ഇത്, സിലിണ്ടർ ബ്ലോക്ക്. ഇതുപോലെ വ്യത്യസ്തമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ മോണ്ടിസോറിയിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയിൽ ഒരു ടീച്ചർ സെന്ററിൽ നിന്ന് ക്ലാസ് എടുക്കും, ചുറ്റും ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, അത് കേട്ടും കണ്ടും പഠിക്കണം. ഇവിടെയാണ് മോണ്ടിസോറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ കുട്ടികളുടെയും ഐക്യു ലെവൽ ഒരുപോലെ ആയിരിക്കില്ല. ചില കുട്ടികൾ പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കും, ചില കുട്ടികൾക്ക് ടൈം എടുത്ത് പഠിക്കണം. ഈ ഒരു അറിവിൽ നിന്നും കണ്ടെത്തലിൽ നിന്നുമാണ് നമ്മുടെ മരിയ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ക്ലാസ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. മോണ്ടിസോറി ടീച്ചർ ആവാൻ പഠിക്കാൻ വരുന്നത് നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ഇംഗ്ലീഷ്. നമുക്കറിയാം നമ്മുടെ ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ്, വേർഡ്സ് ഇതെല്ലാം നമ്മള് മോണ്ടിസോറിയുടെ ഡിഡക്റ്റീവ് അപ്പാരറ്റസിലൂടെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് മാത്സ്. നമ്മൾ നമ്പേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതെല്ലാം നമ്മൾ ഡിഡക്റ്റീവ് അപ്പാരറ്റസിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് രണ്ടും നമുക്ക് സുലഭമായിട്ടുള്ള അറിയാവുന്ന സബ്ജക്ട്സ് ആണ്. ഇനി മോണ്ടിസോറിയിൽ നമ്മൾ പുതുതായി പഠിക്കുന്ന രണ്ട് സബ്ജക്ട്സ് ആണ്. ഒന്ന് പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ ലൈഫ്, കൾച്ചർ. പ്രാക്ടിക്കൽ ലൈഫ് എന്നതിൽ എന്താണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന, നമ്മുടെ നിത്യേന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ഒരു 3-4 വയസ്സുള്ള കുട്ടിയെ മറ്റൊരാളുടെ പരാശ്രയം കൂടാതെ ചെയ്യാൻ ശീലിപ്പിക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് സെൻസോറിയൽ ലൈഫ്. നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഡെവലപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ സെൻസോറി ലൈഫിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് കൾച്ചർ. നമ്മുടെ ജിയോഗ്രഫി, ബയോളജി പോലുള്ള എല്ലാ തരം ബോട്ടണി, എല്ലാ സബ്ജക്ട്സും ഈ കൾച്ചറിൽ ഉൾപ്പെടും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മോണ്ടിസോറി ടീച്ചർ ആവാൻ എനിക്ക് കഴിയും. 10 പ്ലസ് 2 അതല്ലെങ്കിൽ ഡിഗ്രിയോ ക്വാളിഫിക്കേഷൻ ഉള്ളവരും സ്വന്തം കഴിവിൽ വിശ്വാസം മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം മോണ്ടിസോറി ടീച്ചർ ആവാം. ഒരു ടീച്ചർ ആവുക എന്ന ആഗ്രഹവും നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസവും ഉണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് വരാം കരിയർ ഹബിലേക്ക്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായി കൂടെ മെന്ററായി ഞാനും ഉണ്ടാവും.